ഹായ്, എല്ലാവർക്കും മിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ടവർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. ആദ്യമായിട്ടേ ഞാൻ പറയത്തില്ലേ, ഇന്നും ഒരു ദിവസം നമുക്ക് ദൈവം ദാനമായി തന്നു. അത് നമ്മൾ വെറുതെ പറയുന്നതല്ല. ഇപ്പം നിങ്ങളാരും ചിന്തിക്കേണ്ട ഞാനങ്ങ് വലിയ പ്രാർത്ഥനക്കാരി പെർഫെക്റ്റാണ്, അങ്ങനെ നിങ്ങൾ ചിന്തിക്കേണ്ട. എല്ലാവർക്കും അവരവരുടേതായ രീതിയിലുള്ള ദൈവത്തെ കൊണ്ട് നമുക്കൊരു എന്താ പറയുന്ന ഒരു അനുഗ്രഹമുണ്ട്. അപ്പം നമ്മളെല്ലാം അങ്ങനെ ഇപ്പം നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് മതസ്ഥരാണേലും നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ കഴിവോ നമ്മുടെ ഒന്നുമല്ല, ആരോഗ്യം ഒന്നുമല്ല, ദൈവത്തിൻ്റെ ഒരു സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ദിവസം കൂടെ നമുക്ക് ജീവിക്കാൻ പറ്റൂ. ഈ ഒരു നിമിഷം എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. പക്ഷേ അതൊക്കെ വരുന്ന അനർത്ഥങ്ങളിൽ നിന്ന് നമുക്കൊരു നീക്കുപോക്ക് ദൈവം തരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഈ പറയാൻ കാര്യം, ചില വീഡിയോസ് കാണുമ്പോൾ ഈ നമ്മുടെ കുഞ്ഞുങ്ങൾ പേരൻസിനോട് തന്നെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, മീൻസ് ഈ ഡ്രഗ്സിനും അതിനൊക്കെ ഈ ഡ്രഗ്സ്, മയക്കുമരുന്ന്, അങ്ങനെ പല എന്തൊക്കെയാണ് ഇപ്പോൾ ഉള്ളതെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. പഴയ കാലത്തൊന്നും ഇത്ര ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ലോകം ടെക്നിക്കുകൾ വികസിക്കുന്നതനുസരിച്ച് ലോകം തന്നെ അങ്ങ് മാറിക്കൊണ്ടിരിക്കുക. അതവരുടെ ശരീരത്തിൽ കയറിയാൽ പിന്നെ അമ്മയാണോ സഹോദരിയാണോ കാമുകിയാണോ ഒന്നും മനസ്സിലാകത്തില്ല. അവർ ചെയ്യുന്ന എന്തുവെന്ന് പോലും അറിയത്തില്ല. ഇപ്പം തന്നെ എത്രയോ സംഭവങ്ങളാണ്. പിഞ്ചു കുഞ്ഞെന്നില്ല, എത്ര വയസ്സെന്നുള്ള കുഞ്ഞുങ്ങളെന്നില്ല. പണ്ടൊക്കെ ഒരു 15-16 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ പെൺകൊച്ചുങ്ങളെ ആ പ്രായം തൊട്ടായിരുന്നു നമ്മൾ പേരൻസ് പേടിച്ച് തുടങ്ങുന്നത്. അവരെ വെളിയിൽ വിടാൻ പറ്റത്തില്ല, അങ്ങോട്ട് നോക്കൽ ഇങ്ങോട്ട് നോക്കൽ എന്തൊക്കെയാണ്. പക്ഷേ ഇപ്പം ജനിച്ച് വീഴുന്ന കുഞ്ഞിനെ തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സ്വന്തം സഹോദരൻ്റെ അടുത്ത് പോലും പെങ്ങന്മാരെ നിർത്തിയിട്ട് പോകാൻ പറ്റാത്ത കാലമാണിത്. അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥന. ഈ കുഞ്ഞുങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് പോകുന്നുണ്ടേ, ഇപ്പോൾ ഇരുന്ന് പ്രാർത്ഥിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഓരോ നടപ്പിൽ നമ്മൾ കിച്ചണിൽ ജോലി ചെയ്യുമ്പോഴെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനൊരു പ്രാർത്ഥിച്ചാൽ കുറേ കൂടെ നല്ലതാണ്. നമ്മുടെ ഇപ്പം കുഞ്ഞുങ്ങളാണേലും വലിയവരാണേലും അവിടെ മുമ്പിൽ നിന്നും അപകടം വരും, പുറകിൽ നിന്നും വരും, സൈഡിൽ നിന്നും വരും. അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്ന പറഞ്ഞാൽ എൻ്റെ കർത്താവ് എൻ്റെ കുഞ്ഞുങ്ങളുടെ മുമ്പും പുറകും സൈഡും ഇടത്തും വലത്തുമായിട്ട് കർത്താവിൻ്റെ ദൂതഗണങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിട്ടും കാവലുണ്ടായി. ഞാൻ എൻ്റെ മതത്തെ വിശ്വസിച്ച് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മതത്തെപ്പറ്റി അങ്ങനെ പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പും പിമ്പും എന്തെല്ലാം ആക്സിഡൻ്റൊക്കെ ഇപ്പോൾ സംഭവിക്കുന്നത്. കഴിവതും ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകത്തില്ലെന്നല്ല, അതിൽ നിന്നൊക്കെ ഒരു നീക്കുപോക്ക് നമുക്ക് തരും. പലപ്പോഴും ഞാനിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ സമയം കിച്ചണിൽ നിന്ന് എപ്പോഴും വേവിച്ചാൻ പോകുമ്പോഴും എല്ലാവരും ഇപ്പോൾ ഒരു മഴ എങ്ങാനും വരുവാന്ന് വെച്ചാൽ ഞാൻ പറയും, എൻ്റെ ദൈവമേ വേവിച്ചാനെ യാത്രയെ കാത്തോളണേ, വാഹനം ഓടിക്കും പ്രത്യേകം ദൈവം കാത്തോളണേ. എന്തൊക്കെ സംഭവങ്ങൾ നടക്കുന്നതെന്ന് നമ്മൾ കാണുന്നതല്ലേ. അപ്പം അങ്ങനെയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കും. നമ്മൾ അമ്മമാരുടെ പ്രാർത്ഥന മക്കൾക്ക് വളരെ പപ്പമാരേക്കായി അച്ഛന്മാരേക്കായി അമ്മമാരുടെ പ്രാർത്ഥനയാണ് മക്കൾക്ക് ഒത്തിരി അത് എഫക്റ്റീവ് ആവുന്നത്. അതെൻ്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞത് എൻ്റെ പ്രൈസമ്മോൻ്റെ സമയത്ത്. അമ്മയും കുഞ്ഞുമായിട്ടുള്ള പുക്കിൾക്കുടി ബന്ധമാണത്. ഇപ്പം നമ്മുടെ കുഞ്ഞിന് ഒരു അസുഖം വന്നാലും അച്ഛന്മാർക്ക് വിഷമം ഇല്ലെന്നല്ല, അവരത് ഉള്ളിലൊതുക്കും. പക്ഷെ ഒരു അമ്മയ്ക്ക് അങ്ങനെയല്ല, അങ്ങ് വെപ്രാളും. എൻ്റെ കുഞ്ഞു ആ അമ്മ ഊണും ഉറക്കവും ഇല്ലാതെ കുഞ്ഞിനെ നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കും. എൻ്റെ അവസ്ഥ അത് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അമ്മമാർ ഇത് പ്രാർത്ഥന, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഭർത്താക്കന്മാർക്കും നമ്മളാൽ കഴിയുന്ന, എനിക്കിപ്പോൾ എന്നാൽ കഴിയുന്ന ഞാൻ എല്ലാവരോടും പറയും. എൻ്റെ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സബ്സ്ക്രൈബർ മീനുമല്ല, എനിക്കിവരുടെ രണ്ടിൻ്റെയും കൂടെ പേര് മാറും, മഞ്ജു എന്നാണോ. എൻ്റെ ഒരു പഴയ സബ്സ്ക്രൈബറാണ്. എനിക്ക് ഇച്ചിരി നിങ്ങൾ എന്തൊക്കെയോ പഴയ സബ്സ്ക്രൈബ് ചേച്ചി മറന്നുപോയോന്ന്. ഞാനിപ്പോൾ അങ്ങ് മറന്നുപോയി. അവൾ പറഞ്ഞ്, ചേച്ചി ഞാൻ ഒത്തിരി നാളായി ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട്, എൻ്റെ ഹസ്ബൻഡ് രണ്ടാമത്തെ നിലയിൽ നിന്ന് വീണ് ഭയങ്കരമായ ഗുരുതരമായ അവസ്ഥയായിരുന്നു. ഇപ്പോൾ ഒരു 5-6 മാസം ആയെന്ന് തോന്നുന്നു.
അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ അയ്യോ ഇങ്ങനെ എന്താ വരുന്നത്, വെൽഡറായിരുന്നു. അപ്പം വെൽഡിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വീണയാണ്. അപ്പോൾ ഞാൻ അതോർത്ത് പ്രാർത്ഥിക്കും, ദൈവമേ. കാരണം എല്ലാം കഴിഞ്ഞിട്ട് അതുപോലെ മായയുടെ ആണെങ്കിലും ഹസ്ബൻഡിന് ഇത്തിരി വയ്യാഴിയൊക്കെ ആണെന്ന് മായ പറഞ്ഞത്, അത് ഇന്നലെയാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എവിടെ ഇരുന്നാലും ഞാൻ അവർക്ക് വേണ്ടി ഇപ്പോൾ ഇരുന്ന് പ്രാർത്ഥിച്ചില്ല. ഞാനിപ്പോൾ എന്നോട് ആരൊക്കെ പറയുന്നോ, എനിക്ക് ആരെപ്പറ്റിയൊക്കെ അറിയാവുന്നോ, ഞാനിപ്പോൾ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പറയുന്നതല്ല, നമ്മളാൽ നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കണം. നമുക്ക് മാത്രം അത് വേണം ഇത് വേണം എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കണം, മറ്റുള്ള കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെയുള്ള കൂട്ടുകാർ നല്ലതായാലേ നമ്മുടെ കുഞ്ഞുങ്ങൾ നന്നാവത്തുള്ളൂ. അങ്ങനെ കുഞ്ഞുങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി, അധ്യാപകർക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ വലിയ പ്രസംഗിച്ചതല്ല കേട്ടോ. ആർക്കെങ്കിലും ഇതിൽ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും വാക്കുകൾ എൻ്റെ വായിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നത്. എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ കുറച്ചൊക്കെ പറഞ്ഞ് നിങ്ങൾ അത് മനസ്സിലാക്കി ചെയ്യുവാണെങ്കിൽ ചെയ്യുക. ഓക്കെ. പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, മായ ഫേസ്ബുക്കിൽ കമൻ്റ് ഇട്ട് എനിക്ക് റിപ്ലൈ കൊടുക്കാൻ സമയമില്ല. അപ്പം മീനു എന്ന് പറഞ്ഞു, ചേച്ചി ഞാനും കാണുന്നുണ്ട് ഫേസ്ബുക്കിൽ. ശരിയാ, എൻ്റെ യൂട്യൂബിൽ നിന്ന് കാണുന്നത്. അയ്യോ, ഒരു മനോജ്, പുള്ളിക്കാരുടെയും പേര് മറന്നുപോയി. എന്നിട്ട് മായ കാണും, മീനു കാണും, അങ്ങനെ ഇവരൊക്കെ വന്ന് കമൻ്റ് ഇടും. അന്ന് മായ ഞാൻ ഇന്ന് മീനു ഇങ്ങനെ പറഞ്ഞാൽ മീനുവിന് അതൊരു വിഷമമായിപ്പോയി. മീനു ഒന്നോ രണ്ടോ അടുപ്പിച്ച് അങ്ങനെ ഇടും, ഞാൻ അതിന് റിപ്ലൈയും കൊടുക്കും. പക്ഷെ അന്ന് മായ കുറച്ച് നാൾ കാണാതിരുന്ന് ഇന്ന് വേണ്ടിയാണ് ഒരു 31 വീഡിയോ എങ്ങാണ്ട് ഒരുമിച്ചിരുന്ന് കണ്ടിട്ട് അതിന് ലൈക്ക് അടിച്ച് അതാ ഞാൻ പറഞ്ഞത്. അല്ലാതെ മീനു കാണത്തില്ലെന്നല്ല, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. ഓക്കെ. ഞാൻ മറന്നുപോയ സബ്സ്ക്രൈബറുടെ പേരാണ് അനിത മനോജ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതേ, രാവിലെ ഞാൻ ഇഡലി സെയിം ഞാൻ എന്നും ഉണ്ടാക്കുന്നത് പോലാണ് മാവ് മീൻസ് അരിയെല്ലാം എടുത്തത്. അപ്പോൾ അരിയൊക്കെ അരച്ച് ഇച്ചിരി ലേറ്റായെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കാം അത്ര അങ്ങോട്ട് ഇഡലി. ഇത് ഇപ്പം മസാല ഇഡലി ഉണ്ടാക്കിയിട്ട് ഞാൻ ഇന്നും ഉണ്ടാക്കുന്നത് പോലെ അങ്ങോട്ട് സോഫ്റ്റ് ആയിട്ടില്ല. അപ്പം ഞാനിത് ഇത്രയും ഉണ്ടാക്കിയിട്ട് പൈസമോനോട് ഒരെണ്ണം തിന്ന് നോക്കാൻ പറഞ്ഞ, അല്ലെങ്കിൽ ബ്രെഡ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞ എനിക്കിങ്ങനെ മതി. അവൻ ഒത്തിരി അങ്ങ് പഞ്ഞി പോലെ ഇരിക്കുന്നതിനോട് അത്ര ഇഷ്ടമല്ലായിരുന്നു. അപ്പം ബാക്കിയുള്ളവർക്ക് ഞാൻ പിന്നെ സാധാ ഇഡലി, മറ്റേത് നോർമൽ ഇഡലി ഉണ്ടാക്കിയില്ല. പിന്നെ ദോശയ്ക്ക് പിന്നെ കുഴപ്പമില്ലായിരുന്നു. എന്തോ എനിക്ക് പഴയ ഞാൻ എന്നും ഉണ്ടാക്കുന്നത് പോലുള്ള അത്രയും സോഫ്റ്റ്നെസ് എനിക്കായില്ലായിരുന്നു. ഇനി ചോറ് കുറഞ്ഞാന്നോ ഒന്നും മനസ്സിലാവുന്നില്ല. എന്താ മഴയായിരുന്നു. അപ്പോൾ ഞാൻ ഇച്ചിരി 10 മണിയായിട്ടാണ് അരച്ച് വെച്ചത്. 5 മണിയായപ്പോൾ എടുത്ത് അത്രയും നേരം പോരെ എന്ന് അപ്പം ഞാൻ എന്തോന്നേലും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയായിരുന്നു. ഇച്ചിരി കപ്പലണ്ടിയൊക്കെ വറുത്തരച്ചിട്ടാണ് ചമ്മന്തി ഉണ്ടാക്കിയത്. ചില സമയത്ത് എത്ര നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാൻ നോക്കിയാലും ഇവിടെ ഇവർക്ക് ചുമന്ന ചമ്മന്തിയോട് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ഗ്രീൻ അങ്ങ് ഉണ്ടാക്കുന്നത്, പച്ചമുളക് അരച്ച്. അപ്പം ഞാൻ ചമ്മന്തി കൊച്ചിനങ്ങ് മസാല ഇഡലി ഉണ്ടാക്കി. പോളിന് പിന്നെ ഞാൻ ബ്രെഡും പീനട്ടും കൂടെ ഉണ്ടാക്കി കൊടുത്തു. രാവിലത്തെയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വെള്ളം തിളപ്പിച്ചു, ഒരു ചരുവത്തിൽ തിളപ്പിച്ചിട്ടു. അടുത്തതിപ്പം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ക്യാനിലൊക്കെ നിറച്ച് വെച്ച് വെള്ളം, പാത്രങ്ങളെല്ലാം കഴുകി, അങ്ങനെയുള്ള ജോലികളെല്ലാം കഴിഞ്ഞു. അന്നേരം ഒരു അവിയൽ ഉണ്ടാക്കാമെന്ന് വെച്ച് കുറച്ച് കഷ്ണങ്ങളെ ഉള്ളായിരുന്നു. ഏത്തയ്ക്ക, ചേമ്പ് അങ്ങനെയുള്ളതൊന്നും ഇല്ലായിരുന്നു. ഉള്ള കഷ്ണങ്ങൾ കൊണ്ടൊരു കുക്കറിലൊരു അവിയൽ ഉണ്ടാക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇതിവിടെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടം. അപ്പം ഞാനതിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ട് സ്വല്പം വെള്ളം ഒഴിച്ച് ഒരു വിസിലടിച്ചെടുക്കും. ഞാൻ ഒരു വിസിലടിച്ചെടുത്തു. അപ്പോൾ അതിലൊരിച്ചിരി വെള്ളമൊക്കെ ഉണ്ട്. ആ വെള്ളത്തോടു കൂടി ഇതിലിട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്തെ കഷ്ണങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഉള്ള എല്ലാ കഷ്ണങ്ങളും കയ്യിൽ കിട്ടിയതെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നതേ ഇട്ട് അവിയൽ ഉണ്ടാക്കാവുന്നൊന്നുമില്ല, എല്ലാം കൂടി ഇട്ടൊരു അവിയൽ. ആ അരപ്പ് ചേരുന്ന ഉടനെ അവിയലായി. ഇപ്പം മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടുണ്ടാക്കുവാണെങ്കിൽ സാമ്പാറായി.
അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് ഇത് ഒരു ചീനച്ചട്ടിയിലോട്ടാക്കിയിട്ട് അരപ്പിന് ഇച്ചിരി തേങ്ങ കൂടുതലെടുത്തിട്ടുണ്ട്. കാരണം കൊഴുപ്പായിട്ടുള്ള കഷ്ണങ്ങളൊന്നും അങ്ങനെ അധികം, ഉരുളൻകിഴങ്ങ് മാത്രമേ ഉള്ളൂ കൊഴുപ്പായിട്ടുള്ളത്. അപ്പോൾ ചേനയും ഇല്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ ചേന പോലും ഇല്ലാത്ത അവിയൽ എന്താണ്? അപ്പോൾ ഉള്ളതും കൊണ്ട് അങ്ങ് ഉണ്ടാക്കാമെന്ന് വെച്ചു, ഉള്ളതും കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്നത് പോലെ. അപ്പം ഞാൻ തേങ്ങ, ജീരകം, വെളുത്തുള്ളി, അതിൻ്റെ അകത്ത് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട്, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് അരച്ചതിൻ്റെ അകത്തോട്ട് ചേർക്കുന്നുണ്ടേ. പുളിക്ക് വേണ്ടി തൈരും അങ്ങനെയുള്ളതൊന്നും ഞാൻ ചേർത്തില്ല, ആ ടൊമാറ്റോയുടെ പുളിയേ ഉള്ളൂ. ഇപ്പം ഞാൻ പല രീതിയിൽ എനിക്ക് വെക്കും. ഇപ്പോൾ ആരെങ്കിലും അപ്പോഴേ ഇന്നും ചിക്കൻ ഓർഡറുണ്ട്. അപ്പം ഞാൻ ചിക്കൻ മഴ അങ്ങോട്ട് ഫോൺ ചെയ്ത് പറഞ്ഞപ്പോൾ അതാ ഇപ്പോൾ വന്ന് ബെല്ലടിച്ചത് കൊണ്ടുവന്നത്. അപ്പം ഞാൻ പല രീതിയിൽ, ഇപ്പോൾ ആരെങ്കിലും ഗസ്റ്റ് വരുവാണെങ്കിൽ ആ രീതിയിലുണ്ടാക്കും. നമ്മുടെ വീട്ടിലും പല രീതിയിലുണ്ടാക്കും. ഇപ്പം ഞാനങ്ങനെ തൈരങ്ങനെ ചേർക്കാറില്ല ആ ടൊമാറ്റോയ്ക്കുള്ള പുളി. അല്ലെങ്കിൽ അവിയലിന് എനിക്കങ്ങനെ ഒത്തിരി പുളി വേണമെന്നൊന്നുമില്ല. അരപ്പൊക്കെ ഇട്ട് ഞാൻ നന്നായിട്ട് ഇളക്കി അതിനി അവിടെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇച്ചിരി നേരം അവിടെ കിടക്കട്ടെ. അതൊന്ന് മസാലയൊക്കെ അതിലൊന്ന് പിടിക്കട്ടെ, ഒന്ന് കുറുകി വരട്ടെ. കഴിഞ്ഞ ദിവസത്തെ മീൻകറിയുടെ കുറച്ച് കഷ്ണങ്ങളുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊന്ന് ഇച്ചിരി ആ കറിയിൽ നിന്നെടുത്തൊന്ന് ഇങ്ങനെ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതാകുമ്പം ഞാൻ പറയില്ല, ഇവർക്ക് ഇഷ്ടമാണ്. അവിയലും ഉണക്കമീനൂടെ നല്ല കോമ്പിനേഷനാണ്. അന്നേരം ഇന്ന് ചപ്പാത്തിക്ക ഉണ്ടാക്കുന്നവർ എവിടെ പോയേക്കുമായിരുന്നു. അവർക്ക് അർജൻറ്റ് എന്തോ ആവശ്യം വന്നതുകൊണ്ട് ചപ്പാത്തിയില്ലായിരുന്നു. പിന്നെ ഞാനിപ്പം ഉച്ചയ്ക്ക് അപ്പച്ചന് കൊടുക്കാനായിട്ട് ചപ്പാത്തിയും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പം ഷേപ്പൊന്നും അങ്ങനെ എത്ര ശരിയാക്കിയാലും ഇങ്ങനെയൊക്കെ ഷേപ്പ് വരത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പരത്തിയിട്ട് പാത്രം വല്ലതും വെച്ച് കട്ട് ചെയ്തെടുക്കണം. പണ്ട് ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഞാൻ അവിയലേ ഉരുളിക്കകത്തുനിന്ന് ചീനച്ചട്ടിക്കകത്തുനിന്ന് വേറൊരു പാത്രത്തിലാക്കിയതാണ്ട് ഇപ്പം ഇച്ചിരി നന്നായി കുറുകിയിട്ടൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇച്ചിരി മട്ടർ, എൻ്റെ ഫ്രോസൺ മട്ടറൊക്കെ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇച്ചിരി പയറൊക്കെ വാങ്ങിച്ചതുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ ഞാനെടുത്ത് ഡബ്ബയിലാക്കി. ഇനിയിപ്പം ബാക്കി ജിയോ മാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്, അല്ലാതെ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കാൻ വിട്ടുപോയി. കഴിഞ്ഞ ദിവസം കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചേ ഉള്ളൂ, പക്ഷേ പയറിൻ്റെ കാര്യം അങ്ങ് മറന്നുപോയി. ഇന്ന് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കുറേശ്ശെ അങ്ങ് കുപ്പികളിൽ കാലിയായിട്ടിരിക്കുന്നതിലങ്ങ് എടുത്തിടാമെന്ന് പറഞ്ഞ് 2 കവറാണ് വാങ്ങിച്ചത്. ഈ സാധനങ്ങൾ വാങ്ങിച്ച് ഞാനൊരു ബക്കറ്റിൻ്റെ അകത്താണ് ഇട്ട് വെക്കുന്നത്. അപ്പോൾ ആ സാധനങ്ങൾ ചിലപ്പം തപ്പി നോക്കുമ്പോൾ ഈ വാങ്ങിച്ച സാധനം തന്നെ അടിയിൽ കിടപ്പുണ്ടായിരിക്കും. ഈ മുകളെല്ലാം നോക്കത്തുള്ളൂ, അടിയിലോട്ട് അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ലല്ലേ. ചിലപ്പോൾ അങ്ങനെ അബദ്ധവും പറ്റിയിട്ടുണ്ട്. ചില സമയത്ത് ഞാൻ ഒന്നുമില്ലെങ്കിലും എല്ലാം ഒന്ന് തപ്പിയിട്ടേ ചെയ്യത്തുള്ളൂ. ചില സമയത്ത് അങ്ങനെ അങ്ങ് ഓർഡർ ചെയ്യും. അപ്പം ഞാൻ ഇന്നലത്തെ ഇച്ചിരി ചോറുണ്ടായിരുന്നു, അതൊന്ന് വെച്ച് വാർത്ത്. അപ്പോഴത്തേക്കിന് പ്രൈസന് ഉച്ചയ്ക്ക് വന്ന് അവൻ കൊണ്ടുപോയ ടിഫിനോടുണ്ട്. അപ്പച്ചന് കഴിക്കാൻ കൊടുത്തായിരുന്നു, അതും ഇനിയിപ്പോൾ കഴുകാനുണ്ട്. ബാക്കിയെല്ലാം ഞാനൊന്ന് കഴുകിയെടുത്തായിരുന്നു. ഇനി തുണി ഇടാണ്ട്, എന്നും തുണി കഴുകുന്നുണ്ട്. തുണി ഉണങ്ങാനൊക്കെ ഇത്തിരി പ്രയാസമാണ്. പിന്നെ രാത്രി ആ ഫാനൊക്കെ ഉള്ളതുകൊണ്ട് ഈ മുറിയിലിടാനൊക്കത്തില്ല, അപ്പുറത്തെ അവിടെ അകത്ത് എല്ലാം തൂക്കിയിടും. അപ്പോൾ ഇച്ചിരി പയർ അരിഞ്ഞുകൊണ്ടായിരുന്നു. ഈ പയർ നല്ല ടേസ്റ്റുള്ള, എനിക്ക് മറ്റേ നമ്മുടെ ഈ ഒടിയൻ പയറാണ് ഇതും. ഇതിൻ്റെ കളറ് കണ്ടില്ലേ, നല്ലൊരു സൈസ് പച്ച കളറ്. അത് കുറയുന്ന പയറല്ല, ഒട്ടും കുറയത്തുമില്ല കുഴയത്തുമില്ല. ഇതിൽ വേണമെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് നമുക്ക് തോരൻ വെച്ചാലും കുഴപ്പമില്ല. പക്ഷേ മറ്റേതിലാണെങ്കിൽ വെള്ളം ഒഴിച്ചാൽ എന്നാലും ഒരു തുള്ളി ഞാൻ ഒഴിക്കും. പക്ഷേ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ ഇന്നാളി പറഞ്ഞില്ലേ, നമ്മുടെ ഇല്ല കുറ്റിപ്പയറിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണിത്. ഇത് അരിയുമ്പം തന്നെ നമുക്കറിയാം നല്ല ഫ്രഷ് പോലെ ഇരിക്കും. അതിനൊരു പ്രത്യേക മണവും ഉണ്ട്. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് ഇച്ചിരി തേങ്ങയും കറിവേപ്പിലയും ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ട് കൈ കൊണ്ട് നന്നായി അങ്ങ് ഞെവടി. എന്നിട്ടിനി ആ തോരനൂടെ നോക്കി. ഇന്നലത്തെ മോരുകറിയൊക്കെ ഇരിപ്പുണ്ട്, കോവയ്ക്ക മെഴുക്കുവരട്ടി ഇരിപ്പുണ്ട്. ഇത്തിരി കൂടുതലുണ്ടായിരുന്നല്ലോ കോവയ്ക്ക മെഴുക്കുവരട്ടി, അതുമുണ്ട്. അത് ചോറിന് റേച്ചാൻ കഴിക്കും ചോറിന്. പക്ഷേ ബാക്കി കൂടുതൽ ഇവർ കഴിക്കുകയാണെങ്കിൽ ചപ്പാത്തിക്കാണ് കഴിക്കുന്നത്. അപ്പോൾ ഇതുകൂടെ കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ ജോലികൾ കഴിഞ്ഞു. പിന്നെ ഇനി അത് കഴിഞ്ഞ് വൈകിട്ടത്തെ ഈ ഉച്ചക്കത്തെ കഴിഞ്ഞെന്നും പറഞ്ഞ് നമ്മുടെ ജോലി തീരുമല്ല. ഉച്ചക്കത്തെ കുറച്ച് നേരത്തെ ഗ്യാപ്പേ ഉള്ളൂ. പിന്നെ വീണ്ടും നാളത്തേക്കിനുള്ളത് ചെയ്യണം. നാളെ ഉണ്ടെങ്കിൽ അരി അരച്ച് വയ്ക്കണം, അതിനുള്ള കറികൾ മീൻസ് എല്ലാം ഒന്ന് ഒതുക്കിയൊക്കെ വെക്കണം. അങ്ങനെയുള്ള പല പല കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ, bye, God bless you all, thank you, take care, bye bye, see you.